ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ അതേ കാറിന് എന്തോ ഒരു ഓയിൽ ലീക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. എന്താ സംഭവം എന്നൊന്നും അറിയില്ല. എന്ത് ഓയിൽ ലീക്കാണ്? ഇതേ കാണുന്നില്ലേ, ഈ ടാപ്പറ്റ് കവറല്ലേ വാൽവ് കവർ എന്ന് പറയുന്നത്. കവറിൻ്റെ സൈഡിൽ നിന്ന് അതിൻ്റെ ഗാസ്കറ്റ് ലീക്കായിട്ട് ഓയിൽ ലീക്കാവുന്നതാണ്. ഓ, അതാണോ ലീക്ക് എന്ന് പറഞ്ഞത്? അപ്പോൾ അത് ഗാസ്കറ്റ് ഞാൻ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ എന്താ ചെയ്യുന്നത്? ഇത് ബാറ്ററിയുടെ ടെർമിനൽ അഴിക്കുക. കണക്ഷൻ ഇഞ്ചക്ടറൊക്കെ ഉള്ളതല്ലേ, അപ്പം അതുകൊണ്ട് ബാറ്ററി ഊരി വെച്ച. ഇനി നമുക്കിത് ഇഞ്ചക്ടറിൻ്റെ ഓരോ പ്ലഗുകളായിട്ട് ഊരിയെടുക്കണം. ആദ്യം ഇതെല്ലാം അഴിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ വയറിങ് എല്ലാം ഊരി മാറ്റണം. കവറിൻ്റെ മുകളിലൂടെയാണ് വയറിങ്ങും ഫ്യൂവലിൻ്റെ റിട്ടേൺ ലൈനുകളൊക്കെ പോയിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം അഴിച്ചാൽ ഇത് ഊരിയെടുക്കാൻ പറ്റുള്ളൂ കവർ. ഇതെങ്ങനെ മനസ്സിലായി ലീക്ക് ഉണ്ടെന്ന്? അത് ലീക്ക് കണ്ടാലറിയാം. എഞ്ചിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ ഇത് തുറന്ന് നോക്കുമ്പോൾ ചെറിയ ലീക്കേ ഉള്ളൂ, പക്ഷെ കുറച്ചു കാലമായിട്ടുണ്ട് ലീക്ക്. ഇപ്പോൾ ഊരുന്നെന്താ? ഇതാണ് ഡീസൽ റിട്ടേൺ, ഇഞ്ചക്ടറിൽ നിന്നുള്ള റിട്ടേൺ ലൈനാണ്. ഡീസലാണോ ഇപ്പോൾ തെറിച്ചത്? ഡീസൽ ഇഞ്ചക്ടറിൽ നിന്ന് ബാലൻസ് ഉള്ളത് റിട്ടേൺ പോകുന്ന ലൈനാണ്. അത് ഊരി. അപ്പോൾ അവിടെ എന്തോ ഊരിയുണ്ടോ? അവിടെ ഒരു ഹോസ് ഉണ്ട്, അത് ഊരിയുണ്ട്. ഇനി ഈ ലൈനെല്ലാം ഇങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം M8-ന്റെ സ്ക്രൂസാണ്, അത് എല്ലാം അഴിച്ചെടുക്കണം. ബോക്സ് സ്പാനർ വെച്ചിട്ട്. സ്പാനർ എന്ത് വേണമെങ്കിലും വെക്കാം. ഇത് ഇതുപോലെ അഴിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു കാർഡ്ബോർഡിൽ അതിൻ്റെ പടം വരച്ചിട്ട് അത് അഴിച്ചെടുത്ത് അതേപോലെ വെച്ച് കഴിഞ്ഞാൽ ലെങ്ത് ഒക്കെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിലും മാറിപ്പോകില്ല. അപ്പം നമുക്ക് എക്സ്പീരിയൻസ്ഡ് അല്ലല്ലോ, പരിചയമില്ലാത്തവരൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വരച്ച് വെച്ച് ചെയ്യുമ്പോൾ മാറിപ്പോകില്ല. അതിനുശേഷം ആ മുകളിൽ ഇത് കണ്ടില്ലേ, കവർ ഊരി മാറ്റി കഴിഞ്ഞാൽ അതാണ് ആ കറുപ്പ് കളറിൽ കാണുന്നതാണ് ഓയിൽ ലീക്ക് എഞ്ചിൻ്റെ സൈഡിലായിട്ടാണ്. ഇത് ഇപ്പം അഴിക്കുന്നത് വാക്വം പമ്പാണ്. ഇതൊന്നും വരച്ച് വെച്ച് ചെയ്യണ്ട. അതിന് 2 സ്ക്രൂ അല്ലേ, അത് 2 ഒരേ ലെങ്ത്താണ്, ഞാൻ നോക്കിയായിരുന്നു. ഈ വാക്വം പമ്പ് അഴിച്ചു വെച്ചതിന് ശേഷം നമുക്ക് പതിയെ ഈ കവർ പൊക്കിയെടുത്താൽ ഇതുപോലെ മൊത്തത്തിൽ ഇതിങ്ങോട്ട് ഊരി വരും. ഇത് കാണുന്നതാണ് ഇതിൻ്റെ ടൈമിംഗ് ചെയിനും ക്യാം ഷാഫ്റ്റും ഒക്കെ. ഇതാണ് ഈ ഗാസ്കറ്റ്, റബ്ബറിൻ്റെ ഗാസ്കറ്റ്. ഇത് കംപ്ലൈൻ്റ് ആയി, ഇത് മാറ്റാൻ അത് കാലപ്പഴക്കം കൊണ്ട് ഹാർഡാവുന്നത്, അത് റബ്ബറല്ലേ, അതുകൊണ്ടാണ് ലീക്കായത് അല്ലേ. അത് ഇപ്പം കുറേ പഴയ വണ്ടിയല്ലേ നമ്മൾ, അത് കുറേ കാലമാകുമ്പോൾ ഇങ്ങനെ ലീക്ക് വരും. അപ്പം അത് ലീക്കായതൊക്കെയാണ് കറുപ്പ് കളറിൽ അവിടെ ഉണ്ടായിരുന്ന ഓയിലും പിന്നെ വണ്ടി ഓടുമ്പോൾ ഉള്ള പൊടിയും കൂടെ ഇതെല്ലാം കൂടെ ആയിട്ട് ചളി പോലെ കരി പോലെ ഇരുന്നതാണ്. അതെല്ലാം നല്ല വൃത്തിക്ക് നമ്മൾ ക്ലീൻ ചെയ്തു. പിന്നെ ഏതായാലും അഴിച്ചതല്ലേ, അപ്പം നമുക്ക് ഇതിൻ്റെ ടാപ്പറ്റിൻ്റെ ക്ലിയറൻസും കൂടെ ചെക്ക് ചെയ്യണം. ടാപ്പറ്റിൻ്റെ ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ ഈ ക്യാം ഷാഫ്റ്റില്ലേ, ഇത് കറങ്ങുമ്പോഴാണ് നമ്മളിതിൻ്റെ വണ്ടിയുടെ വാൽവ് ഓപ്പറേറ്റ് ആവുന്നത്. ഓരോ സിലിണ്ടർ 4 സിലിണ്ടർ ഉണ്ട് ഈ വണ്ടിയിൽ. അപ്പം 4 സിലിണ്ടറിനും 2 വാൽവ് വെച്ച് കാണും. ഒരു എക്സോസ്റ്റ് വാൽവും ഒരു ഇൻടേക്ക് വാൽവും. അത് ഇതാക്കണമെങ്കിൽ ഫസ്റ്റ് ആദ്യം നമ്മൾ വണ്ടി ജാക്കി ഉപയോഗിച്ച് പൊക്കി നിർത്തുക, റൈറ്റ് സൈഡ് ചെറുതായിട്ട് പൊക്കിയാൽ മതി. എന്നിട്ട് ഇതുപോലെ വീല് കറങ്ങുന്നത് 5ാമത്തെ ഗിയറിൽ ഇടണം. അതിനുശേഷം ടയർ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ക്യാമിൻ്റെ ഈ ലോബ്, കൂർത്തിരിക്കുന്ന ഈ ലോബ്, അതായത് അത് ടാപ്പറ്റിന്റെ റോളറിന്റെ നേരെ ഓപ്പോസിറ്റ് മോൾ ഭാഗത്ത് വരുന്ന രീതിയിൽ വെച്ചിട്ട് ക്ലിയറൻസ് മെഷർ ചെയ്ത് നോക്കണം. ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഈ കൂർപ്പുണ്ടാവുക, മറ്റേ ഭാഗം ഇതാണ് വാൽവിനെ പ്രസ് ചെയ്യുന്നത്. ആ കൂർപ്പുള്ള ഭാഗമാണ് വാൽവ്. ഇപ്പൊ എന്ത് സാധനം വെച്ചിട്ടാണ് അത് നോക്കിയത്? അത് ഫീലർ ഗേജ്. അപ്പോൾ നമ്മൾ ഇൻടേക്ക് ഒരു 1.4 to 1.5 സെറ്റ് ചെയ്യേണ്ടത്. 0.15 അതിനകത്ത് ഇതിനകത്ത് സെറ്റ് ചെയ്യണം. അപ്പം അതെന്തിനാണ് അവിടെ അത് അഴിച്ചത്? ബോക്സ് സ്പാനർ വെച്ചിട്ട് അതാണ് ടാപ്പറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്.
ആ സ്ക്രൂവിൻ്റെ ഒരു ലോക്ക് നട്ട് ഉണ്ട്. ആ ലോക്ക് നട്ട് നമ്മൾ 12-ൻ്റെ ബോക്സ് സ്പാനർ വെച്ചിട്ട് ലൂസ് ചെയ്തിട്ട് ആ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്യുന്നത് മൈനസ് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഫീലർ ഗേജ് വീണ്ടും അത് കണ്ടില്ലേ, ഇതുപോലെ ഈ മൈനസ് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ആ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫീലർ ഗേജ് വീണ്ടും ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ ഫീലർ ഗേജ് ഫ്രീ ആയിട്ട് കയറുന്നുണ്ടെങ്കിൽ പതിയെ നമ്മൾ, അതിപ്പോൾ കുറച്ചുകൂടെ ഫ്രീ ആണ്, അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടെ ടൈറ്റ് ചെയ്തു. എന്നിട്ട് വീണ്ടും ഫീലർ ഗേജ് വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ 1.5-ൻ്റെ ഇത് ചെറിയ ടൈറ്റ് ഉണ്ട്. ഇതിപ്പോൾ എത്രേൻ്റെയാണ്? ഇത് 1.5-ൻ്റെ 0.15. അപ്പോൾ അത് ഇൻടേക്ക് ആയിരുന്നു. ഇൻടേക്ക്. അടുത്ത ഇൻടേക്ക് വെക്കുമ്പോൾ നമ്മൾ ഇതേപോലെ ടയർ തിരിക്കണം. ടയർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ഈ ലോബ് മുകളിൽ വരും. മുകളിൽ വരുമ്പോഴാണ് മാക്സിമം ക്ലിയറൻസ് കിട്ടുന്നത്. അപ്പം നമ്മൾ അതുപോലെ ഈ M12-ൻ്റെ നട്ട് ലൂസ് ചെയ്തതിന് ശേഷം ഫീലർ ഗേജ് വെച്ച് ചെക്ക് ചെയ്തിട്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് ടൈറ്റ് ചെയ്യണം. നേരത്തെ ചെയ്ത് അതുപോലെ തന്നെ ഇതേപോലെ ബാക്കിയുള്ള 4 ഇൻടേക്ക്, 4 ഇൻടേക്കും 4 എക്സോസ്റ്റും. എക്സോസ്റ്റിന് കുറച്ചുകൂടെ ക്ലിയറൻസ് കൂടുതലുണ്ടാവും. എക്സോസ്റ്റിന് സാധാരണ സെറ്റ് ചെയ്യുന്നത് ഒരു 1.5 മുതൽ 1.8 വരെയാണ്. 0.15 വരെ mm. 0.15 മുതൽ 1.8 വരെ. അപ്പോഴും ഇത് തിരിക്കണ്ടേ ടയർ? അങ്ങനെ ടയർ റൊട്ടേറ്റ് ചെയ്ത് എല്ലാം വേറെ വേറെയാണ് ഉണ്ടാവുക അല്ലേ? ടയർ റൊട്ടേറ്റ് എപ്പോഴും നമ്മൾ വാൽവിൻ്റെ ലോബ് എപ്പോഴും ടോപ്പ് പൊസിഷനിലായിരിക്കണം. ടോപ്പ് സൈഡിൽ എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ ടാപ്പറിൻ്റെ റോളറിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. കൂർത്ത ഭാഗം എപ്പോഴും ഓപ്പോസിറ്റ് ആയിരിക്കും. അങ്ങനെ നമ്മൾ ഇൻടേക്ക് എല്ലാം മെഷർ ചെയ്ത് കഴിഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തു. 2 എണ്ണത്തിൽ മാത്രമേ ഉള്ളായിരുന്നു ചെറിയ ക്ലിയറൻസ് കുറവ്, ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. അപ്പം നമ്മൾ ഇൻടേക്ക് എല്ലാം കഴിഞ്ഞിട്ട് എക്സോസ്റ്റും ഇതുപോലെ തന്നെ മെഷർ ചെയ്തു. 0.17 നമ്മൾ എക്സോസ്റ്റ് സെറ്റ് ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാം ഒന്നും കൂടെ വെരിഫൈ ചെയ്ത് നോക്കണം. നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ട് ഓരോ ഇൻടേക്കും എക്സോസ്റ്റും മെഷർ ചെയ്ത് നോക്കണം കറക്റ്റാണോ എന്ന്. നമ്മൾ അതിനുശേഷം രണ്ടാമത് ടാപ്പറ്റിൻ്റെ നട്ട് ടൈറ്റ് ചെയ്തോന്ന് നോക്കണം. അതെന്താണത്? അതാണ് വാൽവ്. വാൽവിൻ്റെ സ്പ്രിങ് അതാണ് പ്രസ് ആകുമ്പോഴാണ് വാൽവ് ഓപ്പറേറ്റ് ആകുന്നത്. ഈ ടാപ്പറ്റ് ക്ലിയറൻസ് ടൈമിങ് നോക്കി ചെയ്യാൻ അറിയാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി മെത്തേഡാണ് ഇത്. ഇതെന്താ സംഭവം? ടൈമിങ് ചെയിൻ. ഇതാണ് നമ്മൾ ഇളക്കിയെടുത്ത കവറിലെല്ലാം ഓയിൽ ലീക്കായിട്ട് ഓയിലും പൊടിയെല്ലാം കൂടെ ഇരുന്ന് ചളിപോലെ ഇരിപ്പുണ്ട്. അതെല്ലാം ക്ലീൻ ചെയ്തു. ഇതാണ് പുതിയ വാങ്ങിയ ഗാസ്കറ്റ്. ഇത് നമ്മൾ സിലിണ്ടർ കവറിൽ ഇതുപോലെ വെച്ച് കൊടുക്കണം. അത് ഒട്ടിച്ചു കൊടുക്കണ്ട? ഒട്ടിക്കൊന്നും വേണ്ട. ഇതുപോലെ വെച്ചാൽ മതി, വെറുതെ പ്രസ് ചെയ്താൽ മതി. ഇനി നമുക്ക് കുറച്ച് ആനാബോണ്ട് തേച്ച് കൊടുക്കണം. എന്തെന്ന് വെച്ചാൽ മൊത്തത്തിൽ വേണ്ട, ഈ ജോയിൻ്റ് വരുന്ന ഭാഗത്ത്, അതായത് ടൈമിങ് ചെയിനിൻ്റെ കവറും ബാക്കി എൻജിൻ്റെ ഹെഡും വരുന്ന ഭാഗത്ത് മാത്രം അവിടെ ഒരു ചെറിയ ജോയിൻ്റ് വരുന്ന ഭാഗത്ത് അവിടെ ഒരു സ്റ്റെപ്പ് പോലെ ഉണ്ട്. ചിലപ്പോൾ അതുവഴി ലീക്ക് ആയാലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ ചെറുതായിട്ട് നമുക്കിതുപോലെ ഈ സീലൻ്റ് തേച്ച് കൊടുക്കാം. കുറേ സമയം പിടിക്കും ഇത് ഉണങ്ങാൻ? ഇല്ല. ഈ ഗാസ്കറ്റിന് എത്ര രൂപയായി? ഇതിന് ടൊയോട്ടയുടെ ഒറിജിനലിന് 971 രൂപയാണ്. അത് ഷോറൂമിൽ നിന്ന് വാങ്ങിച്ചതാണ്. അവിടെ പോയപ്പോൾ കിട്ടിയല്ലേ? ഇനി എന്താ ചെയ്ത? കവറ് തിരിച്ച് സിലിണ്ടർ ഹെഡിൽ ഫിറ്റ് ചെയ്യണം. അപ്പം സിലിണ്ടർ ഹെഡും ടൈമിങ് ചെയിനിൻ്റെ കവറും വരുന്ന ഭാഗത്ത് ചെറിയൊരു സ്റ്റെപ്പ് പോലെ ഉണ്ട്. അവിടെയും നമ്മൾ സിലിക്കോൺ സീലൻ്റ് തേച്ചിട്ടുണ്ട്. ഇനി അത് നമ്മുടെ സ്ക്രൂസ് അഴിച്ചു വെച്ചിരുന്ന അതേപോലെ തന്നെ നമ്മൾ കാർഡ്ബോർഡിൽ വരച്ച് വെച്ചിരുന്നതുകൊണ്ട് എളുപ്പമാണ്, സ്ക്രൂസ് മാറിപ്പോവുകയൊന്നുമില്ല. അപ്പം അതുപോലെ തന്നെ എടുത്ത് ഫിറ്റ് ചെയ്തതിന് ശേഷം എല്ലാം ഓപ്പോസിറ്റായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഒരുമിച്ച് ഒരു ഭാഗം മാത്രം ടൈറ്റ് ചെയ്യരുത്, കുറേശ്ശെ
ഓപ്പോസിറ്റായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ വാക്വം പമ്പ് അതുപോലെ തന്നെ അസംബിൾ ചെയ്യുക. അതിൻ്റെ 2 M12-ൻ്റെ സ്ക്രൂ ആണ്, അതും കൂടെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് അവിടെ ഒരെണ്ണം ബാക്കിയില്ല, അത് അവിടെ ഈ ബ്രാക്കറ്റ് വരുന്ന ഭാഗം, അത് കവറിൻ്റെ അവിടെയല്ല സ്ക്രൂ ഉള്ളത്. ആ ബ്രാക്കറ്റ് ഫിറ്റ് ചെയ്തതിനു ശേഷം ഈ ഇത് ഡാമ്പിംഗ് ആണ്, സ്പോഞ്ചാണ് സാധനം വെച്ചേക്കുന്നത്. അതിനുശേഷം ഈ വയറിങ്ങിൻ്റെ ഹാർനസ് ഹോൾഡ് ചെയ്യുന്ന ക്ലാമ്പാണ് ഇത് രണ്ടും. അത് രണ്ടും ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലുള്ള സ്ക്രൂ എന്ന് പറയുന്നത് എഞ്ചിൻ്റെ മുകളിലൊരു കവർ വരുന്നില്ല, D4D എന്നൊക്കെ എഴുതിയ ആ കവർ ഫിറ്റ് ചെയ്യുന്ന ഇതാ സ്ക്രൂ ആണ് അത്. ബ്ലാക്ക് കളർ. അതിനുശേഷം നമ്മൾ ഊരി വെച്ച വയറിങ്ങുകളൊക്കെ ഇതുപോലെ തന്നെ കണക്ട് ചെയ്യാം. ഇത് ഹീറ്റിംഗ് പ്ലഗിൻ്റെ ആണ് ആ കേബിള്. അത് ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറും കൂടെ ഉണ്ട്, അതും കൂടെ അതുപോലെ റൊട്ടേറ്റ് ചെയ്ത് തിരിച്ചാൽ മതി. ത്രെഡ്. അത് ഫിറ്റ് ചെയ്തതിനു ശേഷം ഇത് കോമൺ റെയിലിൻ്റെ കണക്ഷനാണ്. ഇതൊക്കെ ക്ലിപ്പ് പോലെയല്ലേ? അതെല്ലാം പ്ലഗ് ആൻഡ് പ്ലേ സെറ്റപ്പ്. അതിലെ കണക്ടറുകളെല്ലാം തിരിച്ച് അഴിച്ചതുപോലെ തന്നെ തിരിച്ച് കണക്ട് ചെയ്യുക. അതെല്ലാം നമ്മൾ നേരത്തെ ഊരിയെടുത്ത പോലെ തന്നെ എല്ലാ ക്ലാമ്പുകളും കണക്ടറുകളെല്ലാം തിരിച്ച് കണക്ട് ചെയ്യുക. ആദ്യം നമ്മൾ ഫ്യൂവലിൻ്റെ റിട്ടേൺ ലൈനുകളെല്ലാം കണക്ട് ചെയ്യണം. അതാണ് ഡീസൽ റിട്ടേൺ ലൈനുകൾ. അത് ജസ്റ്റ് അതിൽ അമർത്തി വെച്ചതിന് ശേഷം മുകളിൽ നിന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പം അതെല്ലാം ലോക്കാവും. അത് വെച്ചതിന് ശേഷം മറ്റേ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ലോക്ക് പോലത്തെ സെറ്റപ്പ്. അതിനുശേഷം നമ്മൾ ഇഞ്ചക്ടറിൻ്റെ കണക്ടറുകളെല്ലാം കണക്ട് ചെയ്യാം. ഊരിയെടുത്തതുപോലെ തന്നെ ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. അത് ഇതുപോലെ കണക്ട് ചെയ്തതിന് ശേഷം വയറിൻ്റെ ഹാർനസുകളുടെ ലോക്കുകളുണ്ട്, അതെല്ലാം കണക്ട് ചെയ്യുക. ആ ഹോസ് കണക്ട് ചെയ്യുക. ഇത് കഴിഞ്ഞോ ഈ പണി? ഇനിയൊന്നും ചെയ്യാനില്ലല്ലോ? ഇനി ഇതുപോലെയുള്ള കണക്ടറുകളെല്ലാം കണക്ട് ചെയ്തോ നോക്കുക. എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം വെരിഫൈ ചെയ്തതിനു ശേഷം നമ്മൾ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലാണ് ഊരിയിട്ടിരുന്നത്. ടെർമിനൽ കണക്ട് ചെയ്യുക. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വണ്ടി സ്റ്റാർട്ടായാൽ രക്ഷപ്പെട്ടു. ഇത് ആദ്യമായിട്ടാണോ ചെയ്യുന്നത് അല്ലേ? ഇതാദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും. അങ്ങനെ എൻജിൻ ഓയിലിൻ്റെ ലീക്ക് ഇവിടെ ക്ലിയർ ആയിട്ടുണ്ട്. ഇതേപോലത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇനി ഇടുന്നതായിരിക്കും. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.